ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് കേരള PSCക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 3 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 130/2024 എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 37,400 മുതൽ 79,000 സ്കെയിലാണ്. അതുപോലെ പ്രായപരിധി 18 മുതൽ 36 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതിനുവേണ്ടി യോഗ്യതകൾ എന്നുള്ളത് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ബിരുദം 3 വർഷത്തെയും അതിനുശേഷം ഏതെങ്കിലും ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കമ്പനീസ് ആക്ട് വഴി അംഗീകാരമുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിലോ 3 വർഷം പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിച്ച പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ജൂലൈ 17 ആണെന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് www.kerala.psc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളും ബേസിക് ഫോൺ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എത്ര പോസ്റ്റിന് വേണമെങ്കിലും പിന്നീട് അപേക്ഷിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ഒന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈൽ ഉപയോഗിച്ച് പോലും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 17 എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ റെഡിയാകുന്നൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. ആ പ്രിൻ്റ് ഔട്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ആ ഫോട്ടോ എടുത്ത തീയതിയും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിലേക്ക് www.kerala.psc.gov.in എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ജൂലൈ 17 മുമ്പ് അപേക്ഷിക്കണം.